എടപ്പാൾ നാരായണമംഗലത്ത് മനയിൽ നടന്ന അന്താരാഷ്ട്ര വേദവിജ്ഞാന ശില്പശാലയ്ക്ക് സമാപനമായി. എടപ്പാൾ നാരായണമംഗലത്ത് മനയിലെ വേദ ശ്രൗത ഗുരുകുലത്തിന്റെ നേതൃത്വത്തിലാണ് അന്താരാഷ്ട്ര ദ്വിദിന വേദവിജ്ഞാന ശില്പശാല സംഘടിപ്പിച്ചത്. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയും തിരുനാവായ റീജിയണൽ സെന്ററിന്റെ സഹകരണത്തോടെയാണ് ശില്പശാല നടത്തിയത്. വേദശ്രൗത ഗുരുകുലം ട്രസ്റ്റി ഡോക്ടർ എൻ.എം. നാരായണൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ പ്രൊഫസർ ഡോക്ടർ സി.എം. നീലകണ്ഠൻ അധ്യക്ഷത വഹിച്ചു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല വൈസ് ചാൻസലർ കെ. ഗീതാകുമാരി ശില്പശാലയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ചില അറിവുകൾ ഏത് നിമിഷം വേണമെങ്കിലും നശിച്ചു പോവാം എന്നുള്ളതിൻ്റെ നമ്മളുടേതായ ചില അറിവുകൾ നശിച്ചു പോയതിന് ശേഷം ആരെങ്കിലും അന്വേഷിച്ച് വരുമ്പോൾ അയ്യോ ഇത് ഇവിടെ എവിടെ ഉണ്ടായിരുന്നല്ലോ എന്ന് പരിതപിക്കേണ്ട ഒരു അവസ്ഥ അത് നമുക്ക് ധാരാളമായിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ നോക്കിയാൽ കിട്ടുന്ന ഒരു അറിവ് ഒരു സെക്കൻഡ് കൊണ്ടാണ് ഇല്ലാണ്ടായി പോകുന്നത്. എൻ്റെ എത്രയോ അറിവുകളുള്ള ഒരാളെ ഇങ്ങനെ കത്തിച്ച് കളഞ്ഞപ്പോൾ നമുക്കുള്ളിൽ അയ്യോ ഇത്ര അറിവല്ലേ പോയത് എന്ന് അതൊരു നിമിഷം കൊണ്ടാണ് പോകുന്നത്. എൻ.എം. രവീന്ദ്രൻ നമ്പൂതിരി നന്ദി പറഞ്ഞു. 2 ദിവസമായി നടന്നുവന്ന ശില്പശാലയിൽ പ്രമുഖ വേദപണ്ഡിതർ വിവിധ വിഷയങ്ങളിൽ പ്രബന്ധം അവതരിപ്പിച്ചു. നാരായണമംഗലം മനയിൽ പ്രവർത്തിച്ചു വരുന്ന വേദ ശ്രൗത വിദ്യാലയത്തിൻ്റെ പാഠശാലയുടെ കീഴിൽ 2 ദിവസമായി നടന്നു വരുന്ന സെമിനാറിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അഗാധമായ വൈദിക വിജ്ഞാനത്തിൻ്റെ അഗാധ തലത്തിലേക്ക് ഒരു എത്തിനോട്ടം നടത്താൻ ഇത്തരം സെമിനാറുകളെ എടപ്പാൾ. ഒരായിരം വിവാഹങ്ങൾക്ക് ഒരേ ഒരു ബ്യൂട്ടി സിൽക്സ്. എടപ്പാൾ, ചാവക്കാട്, തൃപ്രയാർ, പുത്തനത്താണി, പെരിന്തൽമണ്ണ.